Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിലെ 21ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് third term is 15, 8th term is 35, find 13th term and 23rd term. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ പൊസിഷനും ടേംസ് എഴുതാൻ പോവാണ്. അപ്പോൾ പൊസിഷനാണ് ആദ്യം എഴുതുന്നത്. തേർഡ് പൊസിഷനിലുള്ളത് ടേം 15 ആണ്. 8th പൊസിഷനിലുള്ള ടേം 35 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 13th പൊസിഷനിലുള്ള നമ്പരും 23rd പൊസിഷനിലുള്ള നമ്പരുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യത്തേത് പൊസിഷനും രണ്ടാമത്തെ ടേമുമാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ തേർഡ് ടേമിൽ നിന്ന് 8th ടേമിൽ എത്താൻ പൊസിഷനിൽ വന്ന ചേഞ്ച് എത്രയാണ്? 8 - 3 = 5. ഇനി ഇവിടെ നോക്കിക്കേ, അടുത്തടുത്തുള്ള ടേം 35ൽ നിന്ന് 15 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. ഇപ്പം രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 20 വന്നു. ആ 20യെ നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി ആണ് ആൽഫബറ്റ്. കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട്, ചേഞ്ച് ഇൻ പൊസിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 8 - 3 എന്ന് പറയുന്ന 5 ആണ്. 20/5 4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമുക്ക് കാണേണ്ട എന്താണ്? നമുക്ക് 13th ടേം വേണം. അതായത് 8th ടേമിൽ നിന്ന് 13th ടേം വരെ എത്താൻ വേണ്ടിയിട്ട് വന്ന പൊസിഷനിലെ ചേഞ്ച് എത്രയാണ്? 13 - 8 = 5 ആണ്. അപ്പോൾ ആ പൊസിഷനിലെ ചേഞ്ച് എത്ര പ്രാവശ്യം വേണം? 5 times പൊസിഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്? 8th ടേമിൽ നിന്നാണ്. അപ്പോൾ 8th പൊസിഷനിൽ നിന്നാണ്. 8th ടേം എന്താണ്? 35 ആണ്. ആ 35ന്റെ കൂടെ മുമ്പോട്ടായതുകൊണ്ട് ആഡ് ചെയ്യണം. എന്ത്? 5 times കോമൺ ഡിഫറൻസ് ആയ 4നെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 times 4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 35ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13th ടേം കിട്ടും. അതായത് 35 + 5 4s are 20 = 55. അപ്പം നമുക്ക് ഇവിടെ എത്ര കിട്ടി? 55 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? 23rd ടേം ആണ്. അപ്പൊ 23rd ടേം കാണാൻ വേണ്ടിയിട്ട് 13th ടേമിൽ നിന്ന് 8th ടേമിൽ ഏത് വേണേലും പോകാം. ഇപ്പോൾ 13th ടേമിൽ നിന്ന് 23rd ടേമിലേക്ക് പോകണമെങ്കിലുള്ള പൊസിഷനിലെ ഡിഫറൻസ് എത്രയാണ്? 23 - 13 = 10 ആണ് പൊസിഷനിലെ ചേഞ്ച് വന്നിരിക്കുന്നത്. നമുക്ക് 13th പൊസിഷനിൽ നിന്നാണ് നമ്മൾ പോയത്. അപ്പോൾ 13th ടേം എത്രയാണ്? 55 ആണ്. ആ 55ന്റെ കൂടെ വലത്തോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്യുക. 55ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 10 times കോമൺ ഡിഫറൻസ് ആയ 4നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ 55 + 40 = 95. അപ്പോൾ 23rd ടേം എന്തായി? 95 ആയി. അപ്പം ഞാൻ ഓരോന്നും ഓരോ കളർ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ചോദ്യത്തിൽ 5th ടേം 21ഉം 9th ടേം 41ഉം ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും തേർഡ് ടേമും നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ പൊസിഷനും ടേംസും നമുക്ക് എഴുതാം. ഒന്നാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ടേമും കണ്ടുപിടിക്കണം. അഞ്ചാമത്തെ ടേമും 9ാമത്തെ ടേംസും തന്നിട്ടുണ്ട്. 5ാമത്തെ ടേം 21 ആണ് തന്നിട്ടുണ്ട്. 9ാമത്തെ 41 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആണ് കാണേണ്ടത്. ഇവിടെ 5th ടേമിൽ നിന്ന് 9th ടേമിൽ എത്താനായിട്ട് വന്ന പൊസിഷനിലെ ചേഞ്ച് എത്രയാണ്? 9 - 5 = 4. അപ്പോൾ ടേംസിൽ വന്ന ചേഞ്ചോ 41 - 21 = സെക്കൻഡ് മൈനസ് ഫസ്റ്റ് വേണം = 20. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് ടേംസിൽ വന്ന ചേഞ്ചിനെ
പൊസിഷൻ വന്ന ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ 5 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? തേർഡ് ടേം ആണ് വേണ്ടത്. അതായത് ഫിഫ്ത്ത് ടേമിൽ നിന്ന് പുറകോട്ടാണ് പോകുന്നത് തേർഡ് ടേമിലേക്ക്. ഇപ്പോൾ ഫിഫ്ത്ത് ടേം ആയ 21ൽ നിന്ന് പുറകോട്ടായതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. എന്തുമാത്രം സബ്ട്രാക്ട് ചെയ്യണം? ഇവിടെ പൊസിഷനിൽ വന്ന ചേഞ്ച് എത്ര നോക്കിക്കേ. 5 - 3 = 2 ആണ് പൊസിഷനിൽ വന്ന ചേഞ്ച്. അപ്പോൾ 2 ടൈംസ് കോമൺ ഡിഫറൻസ് 5നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 21 - 10 എന്ന് വരും. 21 - 10 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടേമിനെ എന്തെന്ന് എഴുതാം? 11 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേമും കൂടെ കാണണം. ഫസ്റ്റ് ടേം കാണാൻ വേണ്ടി തേർഡ് ടേമിൽ നിന്ന് പുറകോട്ടാണ് പോകുന്നത്. തേർഡ് ടേം ആയ 11 മൈനസ് സബ്ട്രാക്ഷൻ ആണ് വേണ്ടത്, കാരണം പുറകോട്ട് പോവുകയാണ്. എന്തുമാത്രം പോകണം? എത്ര പൊസിഷൻ മാറി? 3 - 1 = 2. 2 പൊസിഷനാണ് പൊസിഷനിലെ ചേഞ്ച്. അപ്പോൾ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആയ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 11 - 10 = 1 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ട് എന്ത് കിട്ടി? 1 എന്ന് ആൻസർ കിട്ടിയല്ലോ. ഫസ്റ്റ് ടേമും തേർഡ് ടേമും നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യത്തിൽ ഫോർത്ത് ടേം 61ഉം സെവൻത്ത് ടേം 31ഉം തന്നിട്ടുണ്ട്. 10th ടേമും ഫസ്റ്റ് ടേമും കാണണം. അപ്പോൾ ഇവിടെയും പൊസിഷനും ടേംസും നമുക്ക് എഴുതാം. ഫസ്റ്റ് പൊസിഷനിലുള്ള നമ്പർ നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ തന്നിരിക്കുന്നത് ഫോർത്ത് ടേം ആണ്. ഫോർത്ത് ടേം 61 ആണ് തന്നിട്ടുണ്ട്. പിന്നെ സെവൻത്ത് ടേം തന്നിട്ടുണ്ട് 31. 10th ടേമും കൂടെ കാണണം. അപ്പം നമുക്ക് അടുത്തടുത്തുള്ള ടേംസ് കിട്ടിയിരിക്കുന്നത് ഫോർത്തും സെവൻത്തും ആണ്. ഇപ്പോൾ ഫോർത്തിൽ നിന്ന് സെവൻത്തിൽ എത്താൻ വേണ്ടി പൊസിഷനിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 7 - 4 = 3 ആണ്. അവിടെ ടേംസിൽ വന്ന ചേഞ്ച് 31 - 61. സെക്കൻഡ് ടേമിൽ നിന്ന് വേണം ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. -30. ഇവിടെ നമ്പേഴ്സ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. 61 ആണ് ആദ്യം, പിന്നെ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ 10th ടേം ഒന്നും കൂടെ ചെറുതാവും, പക്ഷെ ഫസ്റ്റ് ടേം വലുതായിട്ട് വരത്തുള്ളൂ. ഇനി ഇവിടെ കോമൺ ഡിഫറൻസ് എന്ത് വരും? D = ടേംസിൽ വന്ന ചേഞ്ചിനെ പൊസിഷനിൽ വന്ന ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -30/3 എന്ന് പറയുന്നത് -10 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് പൊസിഷനിലുള്ള ടേമിനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം ആണ് വേണ്ടത്, പുറകോട്ടാണ് പോകേണ്ടത്. ഫോർത്ത് ടേമിൽ നിന്നാണ്. ഫോർത്ത് ടേം എത്രയാണ്? 61 ആണ്. പുറകോട്ടായതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. എത്ര സബ്ട്രാക്ട് ചെയ്യണം? പൊസിഷനിൽ വന്ന ചേഞ്ച് എത്ര? 4 - 1 = 3 ആണ് പൊസിഷനിൽ വന്ന ചേഞ്ച്. അപ്പോൾ 3 ടൈംസ് കോമൺ ഡിഫറൻസ് -10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 61, 2 മൈനസ് വന്നപ്പോൾ അത് പ്ലസ് ആയി. 3 10s are 30 = 91. അപ്പോൾ ഫസ്റ്റ് ടേം ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 91 എന്ന് കിട്ടി. ഇനി നമുക്ക് 10th ടേം വേണം. 10th ടേം കാണാൻ വേണ്ടിയിട്ട് 7th ടേമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റിലേക്ക് പോകാം. ബട്ട് പൊസിഷനിൽ വന്ന ചേഞ്ച് 10 - 7 = 3 ആണ്. 7th ടേമായ 31ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റൈറ്റിലേക്കായത് പോകുന്നത്. അപ്പം ആഡ് ചെയ്യുക. എത്ര? 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആയ -10നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ 31 - 30 ആൻസർ 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ടേം എത്രയാണ്? 1. രണ്ട് ആൻസറും കിട്ടിയല്ലോ. ഇനി ഇത് ലാസ്റ്റ് ചോദ്യമാണ്. ഇതിനകത്ത് 5th ടേം 10 ആണെന്നും 10th ടേം 5 ആണെന്നും തന്നിട്ടുണ്ട്. ഇവിടെ 15th ടേമും 25th ടേമും കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ പോലെ തന്നെ പൊസിഷനും ടേംസും നമുക്കൊന്ന് എഴുതി നോക്കാം. 5th ടേം 10 ആണ്. 10th ടേം 5 ആണ്. 15th ടേം കാണണം. 25th ടേമും കാണണം. ഇവിടെ നമ്പേഴ്സ് തന്നിരിക്കുന്നത് ഇത് തമ്മിലാണ്. 5th ടേമിൽ നിന്ന് 10th ടേമിൽ എത്താൻ വേണ്ടിയിട്ട് പൊസിഷനിൽ വന്ന ചേഞ്ച് 10 - 5 = 5. ടേംസിൽ വന്ന ചേഞ്ച് 5 - 10. ടേംസിൽ വന്ന ചേഞ്ചിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 5 - 10 = -5.
അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? ടേംസിൽ വന്ന് ചേഞ്ചായ -5നെ പൊസിഷനിൽ വന്ന് ചേഞ്ചായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. ഇനി നമുക്ക് 15th ടേം കാണാം. റൈറ്റിലേക്കാണ് പോകുന്നത്. 10th ടേമിൽ നിന്ന് 15th ടേമിലേക്കാണ് പോകുന്നത്. അപ്പോൾ വന്ന പൊസിഷനിലെ ചേഞ്ച് 15 - 10 = 5. ഇനി 10th ടേമായ 5ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റിലേക്ക് പോകുന്നതുകൊണ്ട് ആഡ് ചെയ്ത് പോവുക. 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആയ -1 ആഡ് ചെയ്യണം. അപ്പോൾ 5 - 5 = 0. അപ്പോൾ ഈ 15th ടേം ആൻസർ 0. ഇനി 25th ടേമും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. 25th ടേം കാണാൻ വേണ്ടിയിട്ട് വന്ന പൊസിഷനിലെ ചേഞ്ച് 25 - 15 = 10. ഇനി 15th ടേമായ 0ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റിലേക്ക് ആയതുകൊണ്ട് ആഡ് ചെയ്ത് പോവുക. എത്ര ടൈംസ്? 10 ടൈംസ് കോമൺ ഡിഫറൻസ് ആയ -1 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ 0 + -10 ആൻസർ -10. അപ്പോൾ ഇവിടെ വരുന്ന ടേം -10. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.